गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. ഒരാചാരം നമുക്കുണ്ട്. ജനീവയിൽ കുറച്ച് വർഷം മുമ്പ് ലോക പരിസ്ഥിതി സമ്മേളനം നടക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കുന്നുകൂടുന്നു, പിന്നെ മലകൾ പുഴകൾ നശിച്ചു പോകുന്നു. എന്താണ് പ്രതിവിധി? പല ഐഡിയാസും പലരും പറഞ്ഞു. അപ്പം ജർമ്മനിയിലെ ഒരു പരിസ്ഥിതി ശാസ്ത്രകാരൻ പറഞ്ഞു, ഭാരതത്തിൻ്റെ കയ്യിൽ ഇതിനൊരു ഫോർമുലയുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ഒരൊറ്റ മന്ത്രം മതി ഈ ഭൂമിയെ രക്ഷിക്കാൻ. അതേതായിരുന്നു? സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. രാവിലെ എഴുന്നേറ്റ് കൈവെള്ളയെ കണി കണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ചൊല്ലി ഭൂമിയിൽ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ ഒന്ന് തൊട്ട് വന്ദിച്ചു. അപ്പൊ ചോദിക്കുക, ഈ ജീവനില്ലാത്ത മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറുമൊരു മണ്ണിനെ തൊട്ട് വന്ദിക്കേണ്ടതുണ്ടോ? നോക്കൂ, നമ്മൾ അറിയാതെ ചവിട്ടിപ്പോയാൽ ഉടനെ തൊട്ട് വന്ദിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടോ? നമ്മുടെ നാട്ടിലില്ലേ? എല്ലാ സ്ഥലത്തും ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ട്. സത്യത്തിൽ അതൊരു പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചതല്ലത്. നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടു, അതുകൊണ്ട് നമ്മൾ ചെയ്തു. നമ്മൾ ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെ മക്കളും ചെയ്തു. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? 5100 കൊല്ലം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ തേര് തെളിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ഭൂമിയെ തൊട്ടൊന്ന് വന്ദിച്ചു. അത് തന്നെയാണ് ഇപ്പൊ രാവിലെ ഒരു ഡ്രൈവർ വണ്ടി എടുക്കുന്നതിന് മുമ്പ് സ്റ്റേറിംഗ് തൊട്ടൊന്ന് വന്ദിക്കും, ഇരുമ്പിനെ തൊട്ട് വന്ദിക്കുന്നു. ജീവനില്ലാത്ത ഇരുമ്പിനെ തൊട്ട് വന്ദിക്കുന്നു. സത്യത്തിൽ ഇതിന് ജീവനില്ല. നമ്മൾ ഓടിക്കുന്ന കാറിന് ജീവനില്ല, പക്ഷെ അത് ഇരുമ്പോട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ജീവനുള്ള നമ്മളെ കൊണ്ടുപോകുന്നത് ഇതാണ്. അതുകൊണ്ടാണ് വാഹന പൂജയുണ്ട്. നമ്മൾ നവരാത്രിക്ക് വാഹന പൂജയിൽ ആയുധ പൂജയുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വലിയ ഉത്സവമാണ്. എല്ലാ യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-കാരും എല്ലാം അവനവന്റെ വാഹനം തിരുമേനിമാരെ കൊണ്ട് തന്നെ പൂജിപ്പിക്കും. ആവശ്യത്തിന് ദക്ഷിണയും കൊടുക്കും. പിറ്റേ ദിവസം വാഹനങ്ങൾ കണ്ടാൽ നാട്ടിലെ വാഴകൾ മൊത്തം ഇങ്ങനെ വരികയാണെന്നൊക്കെ തോന്നും. ബസ്സൊക്കെ അങ്ങനെ അലങ്കരിച്ചിട്ടാണ് വരിക. അപ്പൊ ഇതൊക്കെ വലിയ ചടങ്ങുകൾ. നമ്മൾ അമ്മയായി കണ്ടത് ആരൊക്കെയാണ്? ഭൂമിയെ തൊട്ട് വന്ദിച്ചു, ഭൂമിയോട് മാപ്പ് പറയുന്നു. സമുദ്രവസനേ ദേവി, സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ. പർവ്വത സ്ഥനമണ്ഡലേ, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവളെ. ഇപ്പൊ കേരളത്തിൽ 44 നദിയുണ്ട്. ഈ 44 നദി എവിടുന്നാ വരുന്നത്? നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തെ തകർത്തെറിയാണ് പലരും. 7000 അനധികൃത ക്വാറികളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം, വിഷ്ണുവിന്റെ ഭാര്യയാണ് ഭൂമി ദേവി എന്നാണ് നമ്മുടെ സങ്കല്പം. പാദസ്പർശം ക്ഷമസ്വമേ, എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും ഭൂമിയിൽ ചവിട്ടാതെ കാലും മുകളിലാക്കിയിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട്, അമ്മേ എന്റെ പാദസ്പർശം ക്ഷമിക്കൂ എന്ന് പറയുന്നൊരു മനുഷ്യന് പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ കഴിയുമോ? 2 വാക്കുകളാണ്, ചൂഷണം, ദോഹനം. നമ്മൾ ഒരിക്കലും ചൂഷണം എന്ന വാക്ക് ജീവിതത്തിൽ പകർത്തിയവരല്ല ഹിന്ദുക്കൾ. ചൂഷണം എന്നാൽ അവസാനത്തെ തുള്ളി ചോര വരെ ഊറ്റിയെടുക്കുക. ദോഹനം എന്നാൽ കറന്നെടുക്കുക. പശുവിനെ വളർത്തുന്നു, വൈക്കോല് കൊടുക്കുന്നു, പിണ്ണാക്ക് കൊടുക്കുന്നു, അല്പം പാല് നമ്മുടെ കുട്ടിക്ക് വേണ്ടി കറന്നെടുക്കുന്നു. ഇതാണ് ദോഹനം, പരസ്പര ഭാവന. പ്രകൃതിയെ ഉപദ്രവിക്കുന്നില്ലത്. എന്തങ്ങോട്ട് കൊടുക്കുക? അപ്പൊ അമ്പലത്തിൽ ഗണപതി ഹോമം നടത്തി, വീട്ടിൽ ഗണപതി ഹോമം നടത്തി, ഒരുപാട് എള്ളും നെയ്യും നാളികേരവും കത്തിച്ചപ്പോൾ നമ്മളെ വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞു, 1 ലിറ്റർ നെയ്യ്ക്ക് എത്ര വിലയുണ്ട്? അപ്പൊ 1500 രൂപയുണ്ട്. ഇത് കൊണ്ടുപോയി തീയിലിടണോ എന്നാണ് ചോദിച്ചത്. നോക്കൂ, മറ്റുള്ളവരെല്ലാം പ്രകൃതിയിൽ നിന്ന് എന്തെടുക്കാമെന്ന് ചിന്തിച്ചു. ഹിന്ദുക്കൾ ചിന്തിച്ചു എന്ത് കൊടുക്കാം. ഗിവ് ആൻഡ് ടേക്ക്. എടുത്താൽ മാത്രം പോരാ, കൊടുക്കുകയും വേണം. നിങ്ങൾ ഒരു മരത്തിന്റെ മൂല്യം കൽപ്പിക്കുന്നത് ആ മരത്തിന്റെ തടിയുടെ മൂല്യമല്ല. ഒരു ആൽമരത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ആൽമരത്തിന്റെ തടിയുടെ മൂല്യമല്ല. അതിൽ ഒരു പഴം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഒരു ആൽമരം പുറത്തേക്ക് വമിപ്പിക്കുന്ന ഏറ്റവും നല്ല ഓക്സിജന്റെ അളവ് ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നത് 2 മരങ്ങളാണ്. ഒന്ന് തുളസിയും ഒന്ന് ആൽമരവും. 2 ക്ഷേത്രത്തിൽ പൂജാർഹരാണ്. നിങ്ങൾ അയാളുടെ മുന്നിൽ ഒരു ചോയ്സ് വെച്ചു കൊടുക്കുകയാണ്. 10ാം തരത്തിലെ പരീക്ഷ പാസ്സായ കുട്ടി ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ +1 എന്തെടുക്കണം. അപ്പൊ അവിടെ അതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരാളെ കൊണ്ട് സംസാരിപ്പിച്ച്, എന്താണ് ജോലി സാർ? പണ്ട് പഞ്ചാബി ഹൗസ് എന്ന സിനിമ ഇട്ടില്ലേ നിങ്ങൾ? അതിൽ ദിലീപ് കയർ ഫാക്ടറി തുടങ്ങുന്നുണ്ട്. കയറിന്റെ എല്ലാ ഉപകരണങ്ങളും മേടിച്ചു, എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷമാണ് അയാൾക്ക് മനസ്സിലാകുന്നത് കയറ് പിരിക്കാൻ നാട്ടിൽ ആളില്ല. അങ്ങനെ അത് പൂട്ടിപ്പോയി.
ഇതുപോലെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് +2 കഴിഞ്ഞിട്ട്, എന്താണ് ചെയ്യേണ്ടത് 10ാം തരം കഴിഞ്ഞിട്ട് എന്ന് കുട്ടികൾക്ക് കൃത്യമായ ബോധ്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവരെടുക്കും. ഏത് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ വേസ്റ്റായി പോയല്ലോ എന്ന് ചിന്തിക്കും. ഇത് നിർദ്ദേശങ്ങളാണ്. കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നു മോനെ എണീക്കും എന്ന് പറയുന്നതും പോത്തേ എണീക്കും എന്ന് പറയുന്നത് ഒരുപോലെയാണ് മോനെ അല്ല. അതുകൊണ്ട് കുട്ടികളോട് ചെയ്യേണ്ട 18 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത 12 കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ മാമ്പഴം പിടിച്ചിട്ടില്ലേ വൈലോപ്പള്ളിയുടെ? അങ്കണത്തൈമാവി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ദിദേ ദിശ. 1ാമത്തെ അവതാരം മത്സ്യം. ഭഗവാൻ എന്തിനു മത്സ്യായി? ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും ഹയഗ്രീവൻ വേദം മോഷ്ടിച്ച് സാഗരത്തിന്റെ അടിയിൽ ചെന്നൊളിച്ചപ്പോൾ ആ ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദത്തെ വീണ്ടെടുക്കുവാൻ ഭഗവാൻ മത്സ്യാവതാരം കൊണ്ടു. 2ാമത് കൂർമ്മം, ആമ. കൂർമ്മമായിട്ട് വന്നു. നമുക്ക് ഒരു ദിവസം ദുർവാസ മഹർഷി ദേവേന്ദ്രൻ കാണാൻ ചെന്നു. ദേവേന്ദ്രൻ അതിമനോഹര ഒരു മാല കൊടുത്തു. ദേവേന്ദ്രൻ അത് ഐരാവതത്തിന്റെ കൊമ്പിലിട്ട് കൊടുത്തു. ഐരാവതം അത് താഴെയിട്ട് ചവിട്ടി ഉടച്ചു. ഇത് കണ്ട മഹർഷി ശപിച്ചു കളഞ്ഞു. എന്തായിരുന്നു? ദേവന്മാർക്ക് ജരാനരം ബാധിച്ചു പോട്ടെ, വയസ്സന്മാരായി പോട്ടെ. ദേവന്മാർ മുഴുവൻ മഹർഷിയുടെ കാൽക്കൽ വന്നു വീണു, പരിഹാരം ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? പാലാഴി കടഞ്ഞിട്ട് അമൃത് ഉണ്ടാൽ കഴിച്ചാൽ നിങ്ങളുടെ ജരാനര ബാധിച്ചിട്ട് എല്ലാവരും വൃദ്ധന്മാരായി പോയി. ദേവന്മാർക്കൊന്നും വയസ്സാവില്ല എന്നാണ് സങ്കല്പം. അങ്ങനെ പാലാഴി കടയാൻ തീരുമാനിച്ചു. മന്ദരപർവ്വത്തെ കടയോലാക്കി വാസുകിയെ ഞാണാക്കി. ഒരു ഭാഗം അസുരന്മാർ പിടിച്ചു, ഒരു തലയുടെ ഭാഗം ആര് പിടിച്ചു? ദേവന്മാർ പിടിച്ചു. പാലാഴി കടയാൻ തുടങ്ങി. പലതും വിശിഷ്ടമായത് പൊങ്ങി വന്നു. എല്ലാം എടുത്തിട്ട് ദേവന്മാരെ കൂടി. ദേവേന്ദ്രനാണ് ഇതിൽ ആർത്തി കാണിച്ചത്. വിശിഷ്ടമായതൊക്കെ ദേവേന്ദ്രൻ എടുത്തു കളഞ്ഞു. പക്ഷെ കാളകൂട വിഷം വന്നപ്പോൾ ആർക്കും വേണ്ട. പ്രശ്നം വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ ആളില്ല. ഭഗവാൻ പരമേശ്വരൻ 2 കൈകളും കാണിച്ചു കൊടുത്ത ഒരറ്റ വിഴുങ്ങല. 14 ലോകങ്ങളും വെന്ത് വെണ്ണീറായി പോകുവാൻ സാധ്യതയുള്ള ഈ കാളകൂട വിഷത്തെ നിങ്ങൾക്കാർക്കും വേണ്ടെങ്കിലും ലോകഹിതാർത്ഥം ഞാനിതാ പാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ലോകത്തിനൊരു പ്രോബ്ലം വരുമ്പോൾ, കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതിലേക്ക് എടുത്തു ചാടി ആ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരമേശ്വരന്റെ ഭക്തനാണ്. കാരണം ലോകത്തിനൊരു പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ ജീവൻ എന്ത് പറ്റുമെന്ന് ചിന്തിക്കാതെ ഭഗവാൻ കാളകൂട വിഷത്തെ പാനം ചെയ്തു. ആ കാളകൂട വിഷം ഉള്ളിലേക്ക് ചെന്നാൽ തന്റെ ഭർത്താവ് മരിച്ചു പോകുന്നത് കണ്ടു നിൽക്കുവാൻ കഴിയാതെ പാർവതി ദേവി കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഇത് പുറത്തേക്ക് പോയപ്പോൾ മഹാവിഷ്ണു കുത്തിപ്പിടിച്ചു. ഭഗവാന്റെ കണ്ടത്തിൽ ഇത് ഉറച്ചു. നീലകണ്ഠനുമായി ഭഗവാൻ. അന്ന് രാത്രി ഭഗവാന്റെ ജീവൻ തിരിച്ചു കിട്ടുവാൻ വേണ്ടി സമസ്ത ലോകവും തപസ് ചെയ്ത ദിവസമാണ് ശിവരാത്രി. ഇവിടെ ശിവരാത്രി നമുക്ക് എടുക്കണം കേട്ടോ നമ്മളെല്ലാവരും. ലോകഹിതാർത്ഥം, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, ലോകഹിതാർത്ഥം, ലോകത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ, സ്വയം മരിക്കാൻ. അതാണ് ആത്മാഹുതി. ആത്മഹത്യയുണ്ട്, ആത്മാഹുതിയുണ്ട്. പരീക്ഷയിൽ തോറ്റിട്ട് ചാകുന്നത് ആത്മഹത്യയാണ്. ജീവിതത്തിലെ ചില്ലറ പ്രശ്നങ്ങൾ, പ്രേമിച്ച പെണ്ണിനെ കിട്ടാത്തതിന്റെ പേരിലൊക്കെ ആളുകൾ തൂങ്ങി മരിക്കുന്നു. അതൊക്കെ ആത്മഹത്യയാണ്. ആത്മാഹുതി ഉദാത്തമായ ലക്ഷ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കലാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കുവാൻ അവകാശമുണ്ട്. മതങ്ങൾ പറയുന്നു ഭൂമിയുടെ അവകാശി മനുഷ്യനാണ്, അവന്റെ താഴെയാണ് ബാക്കിയെല്ലാം കിടക്കുന്നത്. അങ്ങനെയല്ല. സരസ്വതി ദേവിയുടെ വാഹനം പഴുതാരയായത് സരസ്വതി ദേവിക്ക് ഒരു ബെൻസൊന്നും കിട്ടാഞ്ഞിട്ടല്ല. ഗണപതിയുടെ വാഹനം എലിയാകുന്നത്, ഗണപതി എന്ന് പറയുന്ന വലിയ ആനയുടെ സങ്കല്പം എലിയുടെ പുറത്ത് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ യുക്തിക്ക് ചേരുന്നതല്ല. പക്ഷെ ഭൂമിയിൽ ഏറ്റവും വലിയ ജീവിയായ ആനയും ഏറ്റവും നിസ്സാര ജീവികളിൽ ഒന്നായ എലിയും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോഴാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടുക. അപ്പൊ അമ്മമാർക്കറിയാം, രാത്രി നിങ്ങൾ പാലിൽ മോര് ചേർത്ത് വെക്കൂ അല്ലേ? രാവിലെ അതെന്താവും? തൈരാവും. ഇത് എങ്ങനെയാ ആകുന്നത്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ഈ പാലിൽ നടക്കുമ്പോഴാണ് പാലും മോരും ചേർന്ന് ഇത് രണ്ടും അല്ലാത്ത തൈരായി മാറുന്നത്. അപ്പൊ നമുക്ക് സൂക്ഷ്മാണു വേണ്ടേ? വേണം. ഒരു നെൽമണി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് കതിരായിട്ട്, അത് അരിയായിട്ട്, പലഹാരങ്ങളായിട്ട് നമ്മൾ കഴിക്കണമെങ്കിൽ ഈ നെൽമണിയെ മുളപ്പിക്കുന്ന എല്ലാത്തിലും വസിക്കുന്നത് ഈശ്വരനാണ്. എവിടെയൊക്കെ? പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാലയിലും തത്വമസി, അത് നിന്നിലും, അഹം ബ്രഹ്മാസ്മി, അത് എന്നിലും, അണോരണീയാൻ ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് ഞാൻ തന്നെ, മഹതോ മഹീയാൻ ഏറ്റവും വലുതിൽ വലുതായിട്ട് ഞാൻ തന്നെ, എല്ലാത്തിലും ഞാൻ. അതാണ് ഈശ്വരൻ. സർവവ്യാപിയാണ്, സർവസ്പർശിയാണ്. രാമന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയെ അയോധ്യയിൽ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം അയോധ്യയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം പോയപ്പോൾ അവിടെ വലിയ പണി തിരക്കായിരുന്നു.
എന്തായാലും എന്തിനാണ് 400 വർഷക്കാലം അല്ലെങ്കിൽ 500 വർഷക്കാലം നിരന്തരമായിട്ട് ഹിന്ദുക്കൾ ഒരു ക്ഷേത്രത്തിന് വേണ്ടി പോരാടിയത്? നമുക്ക് ചിന്തിക്കാം. ഇവിടെ വന്നപ്പോൾ വല്ലാത്ത രാമനെ ഫീൽ ചെയ്യാം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം. 2, ഒരു ക്ഷേത്രം എങ്ങനെ നടക്കണമെന്ന് മാതൃകാപരമായി നടത്തപ്പെടുന്ന ഒരു കുടുംബക്ഷേത്രം. കുടുംബവും സമാജവും എല്ലാം ചേർന്നുകൊണ്ട് ആ ക്ഷേത്രത്തെ വളരെ ഭംഗിയായിട്ട് 24ാമത് പ്രതിഷ്ഠാദിനവും 25 വർഷം പഴക്കവുമുള്ള ഒരു ക്ഷേത്രം. എന്തുകൊണ്ടാണ് നമ്മൾ രാമനെ ഇപ്പോഴും ഇങ്ങനെ ആരാധിക്കുന്നത്? രാമൻ പരിഹാരമുണ്ട്, റെഡി. അവിടെയാണ് വിഷ്ണുവിന്റെ ചൈതന്യവും ശിവശക്തിയും സമന്വയിച്ച് ഭഗവാൻ മണികണ്ഠൻ ഭൂജാതനായി. അപ്പോൾ അവിടെ മണികണ്ഠനെ ആരാധിച്ചതിന് ശേഷം അമ്മയെ ആരാധിക്കുന്നു. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിലുള്ള മലയാളിയായ ഒരു സ്വാമിജിയോട് സംസാരിച്ചപ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും ചൂട് കൂടുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിചിത്രമായൊരു വാദം പെട്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഹിന്ദുക്കൾ മതം മാറി ക്രിസ്ത്യാനിയും മുസ്ലിം ആയതുകൊണ്ടാണ് ഇവിടെ ചൂട് കൂടിയെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഒരു ലോജിക്കില്ലല്ലോ. നമ്മളപ്പോഴാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് എത്രമാത്രം ശരിയാണതെന്ന് മനസ്സിലായത്. ഒരു ഹിന്ദു മതം മാറുന്നതിന് മുമ്പ് എങ്ങനെയാണ്, മതം മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒന്ന് ആലോചിക്കൂ. അവന് കല്ലിനെ ആരാധിച്ചു, മണ്ണിനെ ആരാധിച്ചു, തവളയെ ആരാധിച്ചു, പാമ്പിനെ ആരാധിച്ചു, എലിയെ ആരാധിച്ചു, തുളസിയെ ആരാധിച്ചു, ആൽമരത്തെ ആരാധിച്ചു. 27 നക്ഷത്രങ്ങൾ പ്രകാരം നക്ഷത്രവനം ഇതിന്റെ ഉള്ളിലുണ്ട്. ഓരോ വൃക്ഷങ്ങളെയും ആരാധിച്ചു. ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങളെ അവൻ സങ്കല്പിച്ചു. അവൻ കാവുകളെ ആരാധിച്ചു, നദികളെ ആരാധിച്ചു, സാഗരത്തെ അമ്മയായി കണ്ടു, ഗംഗയെ അമ്മയായി കണ്ടു, ഭൂമി അമ്മയായി കണ്ടു, എല്ലാത്തിനെയും അമ്മയായി കണ്ടു. മതം കൊണ്ട് മാറിയാൽ അവനെ പാപികളെ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അവന് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള വഴി മാത്രമാണ് മതം എന്ന് പഠിപ്പിക്കും. നമുക്ക് സ്വർഗത്തേക്കാൾ വലുതാണ് ജനനി ജന്മഭൂമി സ്വർഗാദപി ഗിരീസി, ശ്രീരാമചന്ദ്രന്റെ ഉപദേശം. സ്വർണ്ണമയൂരമായ ലങ്ക കണ്ടപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നു, ഇവിടെ അങ്ങ് തങ്ങിയാലോ? മൊത്തം സ്വർണത്തിലായിരുന്നു. ഇത് കുബേരന്റെ സാമ്രാജ്യം. അന്ന് സ്വന്തമായിട്ട് വിമാനമുള്ള ആളാണ് കുബേരൻ. ആ വിമാനത്തിന്റെ പേരും നമുക്കറിയാം, പുഷ്പക വിമാനം. ഈ പുഷ്പ വിമാനത്തിൽ തന്നെയാണ് സീതാദേവിയെ കടത്തിക്കൊണ്ട് പോയത്. ആ സ്വർണമയൂര ലങ്കയെ കുറിച്ച് ഇത് നമുക്ക് എടുത്തുകൂടെ? സാധാരണ രാജാക്കന്മാർ യുദ്ധത്തിൽ ഒരു രാജ്യം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യം ആ രാജാവിനുള്ളതാണ്, സ്വാഭാവികമാണ്. പക്ഷെ വിഭീഷണനെ അധികാരമേൽപ്പിച്ച് അവിടുന്ന് ഒരു മണ്ണ് പോലും, ഒരു മണൽത്തരി പോലും എടുക്കാതെയാണ് രാമൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് ജനനി ജന്മഭൂമി സ്വർഗാദപി ഗരീയസി, ഈ സ്വർണമയൂര ലങ്കയേക്കാൾ എത്രയോ പ്രിയപ്പെട്ടതാണ് ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ അദ്ദേഹത്തിന്റെ ഉപദേശം ലക്ഷ്മണന് കൊടുക്കുന്നത്. ജനിച്ചവണ്ണും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം. അങ്ങനെ എല്ലാത്തിനെയും ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പരസംസ്കാരത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ കാവുകൾ വറ്റുന്നു, മരങ്ങൾ ഇല്ലാതാകുന്നു, ഒക്കെ സംഭവിക്കുന്നു. നോക്കുക, തുളസിയെ പേടിയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ തുളസിയെ ആരാധിക്കുന്നു. തുളസിയെ ദേവിയായിട്ട് കണ്ടു കരുതി ആരാധിക്കുന്നു. തുളസിയില്ലാത്ത വീടുകളോ ക്ഷേത്രങ്ങളോ നമുക്കില്ല. അപ്പം നമ്മൾ തുളസിയെ ഭയന്നിട്ടല്ല തുളസിയെ ആരാധിക്കുന്നത്, അറിവിൽ നിന്നാണ് ആരാധന ഉണ്ടായത്. അപ്പൊ അമ്മയായി കണ്ടു, ഭൂമി അമ്മയായി കണ്ടു. വെള്ളമില്ലാത്തൊരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ, ഗംഗയെ ഗംഗാമാതാവ്, യമുനയെ യമുനാ മാതാവ്. പിന്നൊരു അമ്മയുണ്ട്, വിവാദമായ അമ്മയാണ്. അതാരാ? പശു. പശുവിനെ അമ്മയായി കണ്ടപ്പോൾ കണ്ണൂരിൽ നിന്ന് ചിദാനന്ദപുരി സ്വാമികളോട് ചോദിച്ചു, ഈ പശു അമ്മയാണെങ്കിൽ അച്ഛൻ മൂരിയാണോ എന്ന്. ഹിന്ദുക്കൾക്കിട്ടുള്ള പണി തരുന്ന ആളുകൾ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്കുണ്ട്. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര നിഷേധിയായ ചാർവാകനെയും മഹർഷി എന്നാണ് വിളിച്ചത്. നിങ്ങൾക്ക് രാമനെ ആരാധിക്കുവാൻ എത്ര അവകാശമുണ്ടോ അത്ര തന്നെ രാമനെ ആരാധിക്കാതിരിക്കുവാൻ അവകാശം ഉണ്ടാവും. അല്ലാതെ എന്റെ മതം പറയുന്നു, മതത്തിന്റെ ഗ്രന്ഥം പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമില്ല. നോ, അവൻ ഹിന്ദു അല്ല. യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറയും, യുക്തി യുക്തമുപാദേയം വചനം ബാലകാദപി. നിന്റെ യുക്തിക്ക് ചേരുന്നത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. LKG-യിലാണല്ലോ എന്നും ചോദിച്ചേക്കരുത്. അന്യത്, യുക്തിരഹിതമായത്. തൃണമിവത്യാജ്യം, പുല്ലുപോലെ വലിച്ചെറിയണം. അപ്യുക്തം പത്മജന്മനാം, 4 തലങ്ങളിൽ 8 കണ്ണുകളോടുകൂടി സകല സൃഷ്ടികളും നടത്തിയ ബ്രഹ്മാവ് വന്നിട്ട് ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് ബ്രഹ്മാവേ എന്ന് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ്
ഹിന്ദു. അതുകൊണ്ടാണ് ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാരസംഗ്രഹം. ഭഗവത്ഗീത എന്ന് പറയുന്നത് വേദങ്ങളുടെ സാരസംഗ്രഹമാണ്. എന്നാൽ 18 അധ്യായം 700 ശ്ലോകം ഒരു 3 മണിക്കൂർ കൊണ്ട് വായിക്കാം. പക്ഷെ ചിലപ്പോൾ 30 വർഷം പഠിക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെ ഭൗതിക തലത്തിനനുസരിച്ച് പഠനത്തിന്റെ കാലയളവ് കൂടും. ആ ഭഗവത്ഗീതയിൽ അവസാനത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 63ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. നീ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്. വിമർശതൈ തശേഷേണ, വിമർശന ബുദ്ധിയോടുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി മനനം ചെയ്ത് യഥേച്ഛസി തഥാ കുരു, ശരിയെങ്കിൽ സ്വീകരിക്കൂ. ഇങ്ങനെ പറയാൻ ധൈര്യമുള്ള ലോകത്തിലെ ഏക മതഗ്രന്ഥം ഹിന്ദുവിന്റെ ഭഗവത്ഗീതയാണെന്ന് പറയുവാൻ നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വന്നത് ഫലത്തിന്റെ പ്രതീകമാണ്. 2 ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഒന്ന്, ശ്രീകൃഷ്ണന്റെ ഒരു ശിഷ്യനുണ്ട് അർജുനൻ. ആ 4-5 അമ്പലേ ഉള്ളൂ. ആകെ ഭൂമിയിൽ 4-5 അമ്പലേ ഉള്ളൂ അർജുനന് വേണ്ടിയിട്ട്. ഹനുമാൻ വേണ്ടിയിട്ടോ ലക്ഷക്കണക്കിന് അമ്പല ഭാരതം മുഴുവൻ. ഭാരതം മാത്രമല്ല, ലോകം മുഴുവൻ. എന്തുകൊണ്ട്? അർജുനന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച്. ഭഗവാൻ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഒന്ന് നേരിട്ട് കാണാം, അങ്ങ് ആരാണ് എന്ന്. ഭഗവാൻ 14ാമത്തെ അധ്യായത്തിലോ വിശ്വരൂപ ദർശന യോഗമാണ്. സ്വന്തം രൂപം തന്നെ കാണിച്ചു കൊടുത്തു, ഞാൻ ആരാണ്. ഇത് കണ്ട് ബോധിച്ചിട്ടും സംശയം മാറിയില്ല ആർക്ക്? അർജുനൻ. വീണ്ടും ചോദ്യം ചോദിച്ചു. 11ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് വീണ്ടും 12, 13, 18 വരെ അധ്യായമുണ്ട്. ഗുരുവിൽ വിശ്വാസം വേണ്ടത്ര ഇല്ലാതെ ഗുരു പറഞ്ഞ വാക്കുകളെ 100% സ്വീകരിച്ചില്ല അർജുനൻ. അത് അർജുനന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. അഭിമന്യു മരിച്ചപ്പോൾ ഒരൊറ്റ പ്രതിജ്ഞയാണ്, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയദ്രഥന്റെ തല വെട്ടിയില്ലെങ്കിൽ ഞാൻ തീച്ചാടി മരിക്കുന്നു. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ചോദിച്ചു, മോനെ നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ പ്രതിജ്ഞ ചെയ്തത്? കാരണം മറുഭാഗത്തുള്ളത് നിന്റെ സകല വിദ്യകളും പഠിപ്പിച്ച നിന്റെ ഗുരുനാഥനായ ദ്രോണാചാര്യനാണ്. പത്മവ്യൂഹം ഉണ്ടാക്കും, നിന്നെ കൊണ്ടുപോയിട്ട് ജയദ്രഥനെ കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷ്ഠിക്കും. പുരാണമുനിയായ വ്യാസനാൽ അത് എഴുതപ്പെട്ടു. മധ്യേ മഹാഭാരതം, മഹാഭാരതത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അദ്വൈതാമൃത വർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി, രണ്ടില്ലാത്ത ഒന്നിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന, ഏകതയെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന അവളാണ് ഭഗവത്ഗീത. 8, 10, 18 അധ്യായത്തോട് കൂടിയവളാണ്. ആലോചിച്ച് നോക്കൂ. 1ാമത്തെ ശിഷ്യൻ അർജുനൻ, 2ാമത്തെ ശിഷ്യനാണ് ഹനുമാൻ. രാമൻ എന്ത് പറഞ്ഞോ ഒരു ചോദ്യം അങ്ങോട്ടില്ല. ഗുരുവിൽ പരിപൂർണ വിശ്വാസം. ഏതോ ഒരു മരുന്നെടുത്തുകൊണ്ടുവരാൻ പറയുന്നു, മല തന്നെ മല തന്നെ എടുത്തു കൊണ്ടുവന്നു. ഇതാണ് സമർപ്പണം. രാമൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഹൃദയം വളർന്ന് കാണിച്ചു കൊടുത്ത കഥയൊക്കെ നമുക്കറിയില്ല. അവിടെ നോക്കുമ്പോൾ രാമന് സീതയുണ്ട്. സമർപ്പണം, ഗുരുവിൽ പരിപൂർണ വിശ്വാസം. ഗുശബ്ദന്ധകാരസ്യ രുശബ്ദം നിരോധിത. ടീച്ചർ, അധ്യാപകൻ എന്ന വാക്കിനേക്കാൾ എത്രയോ അതീതമായ ഒരു വാക്കാണ് ഗുരു. അതുകൊണ്ടാണ് പണ്ട് ഗുരു ശിഷ്യ ബന്ധവും ഗുരുകുല വിദ്യാഭ്യാസവും. ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് പഠിച്ചത്. കുചേലൻ അന്നേ ദാരിദ്ര്യവും വല്ലാതെ അനുഭവിച്ച ആളാണ്. നന്ദഗോപൻ എന്ന് പറയുന്ന ഗ്രാമീണ രാജാവിന്റെ പുത്രനാണ് ആര്? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ സമ്പന്നനാണ്, കുചേലൻ ദരിദ്രനാണ്. പക്ഷെ രണ്ടുപേരും ഗുരുപത്നിക്ക് വേണ്ടി വിറക് കുടിക്കാൻ പോകണം രാവിലെ. ഒരു പാർഷ്വാലിറ്റിയും പക്ഷഭേദവും അവിടെ കാണിച്ചില്ല. അങ്ങനെ വളർന്നു വന്ന ഗുരുകുല വിദ്യാഭ്യാസം, ആ ഗുരുവിൽ പരിപൂർണ വിശ്വാസം ഹനുമാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹനുമാന് വേണ്ടി ഭാരതം മുഴുവൻ അമ്പലം ഉണ്ടാക്കിയപ്പോ ഹനുമാൻ ഉപപ്രതിഷ്ഠ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ രാമനെ കണ്ടു, അയ്യപ്പനെ കണ്ടു, അമ്മയെ കണ്ടു, ഹനുമാനെ കണ്ടു. പുറത്തിറങ്ങിയാലോ നക്ഷത്ര വനങ്ങൾ, പല ക്ഷേത്രങ്ങളും ഇന്നത് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാമനാട്ടുകരയിൽ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു 10 വർഷം മുമ്പേ ചിന്തിച്ചു. അതുകൊണ്ട് വൻമരങ്ങളായി മാറിയതൊക്കെ നക്ഷത്ര വനങ്ങൾ. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് എപ്പോഴാണ് ബോധ്യം വരിക? മോളുടെ കല്യാണം വരുമ്പോഴാണ് നക്ഷത്രം പുറത്ത്. രാത്രി 2 മണിയായാൽ ഈ അമ്പലത്തിന്റെ അടുത്തുകൂടി പോകുമ്പോൾ ഒന്നുകൂടി കളയും. നിങ്ങളല്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലെ പലരുമാണ്. ഭദ്രകാളിയുടെ അമ്പലത്തിന്റെ അടുത്തുകൂടെ രാത്രി 2 മണിക്ക് പോവോ? പണ്ട് ജബ്ബാർ മാഷ് പറഞ്ഞു, എനിക്കറിയാം സാത്താനും പ്രേതവും ഇല്ല എന്ന്. യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പക്ഷെ പള്ളിപ്പറമ്പിന്റെ അടുത്തെത്തുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കൂ, പിറകെ സാത്താൻ ഉണ്ടോ.
അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ ക്യാമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പിലൊക്കെ ചോദിക്കും, മക്കളെ ദൈവമുണ്ടോ? എല്ലാവരും ഉഷാറായിട്ട് വരും, ദൈവമുണ്ട് എന്നൊക്കെ അങ്ങ് ചുമ്മാ പറയാ. നിങ്ങൾ ദൈവമുണ്ട് എന്ന് പറയുന്നതിന് റീസൺ എന്താ? നിങ്ങൾക്ക് ദൈവം ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ദൈവത്തെ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ അമ്പലത്തിൽ പോയാൽ ദൈവത്തിന് മുന്നിൽ ഏത് പ്രാർത്ഥനയാണ് നടത്തുന്നത്? അതിനെക്കുറിച്ചൊന്നും കാര്യം ഐഡിയ ഒന്നുമില്ല. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. വിശ്വാസം പരമപ്രധാന. ശാസ്ത്രം, യുക്തി, വിശ്വാസം, ഇത് 3 മനുഷ്യർ വേണം. വിശ്വാസത്തിന് ശാസ്ത്രമോ യുക്തിയോ ഒന്നും ചോദിക്കരുത്. ശാസ്ത്രമൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവമുണ്ട് എന്നത് വിശ്വാസമാണ്. ലോകത്തിൽ 800 കോടി മനുഷ്യന്മാരുണ്ട്. എല്ലാവരും രാത്രി ഉറങ്ങാൻ കിടക്കുന്നു. രാവിലെ 60,000 ആളുകൾ എഴുന്നേൽക്കുന്നില്ല. പെർ ഡേ 60,000 ആളുകൾ കിടന്ന വായിൽ, കിടക്കയിൽ സൈലന്റ് അറ്റാക്ക്, മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് മരിച്ചു പോകുന്നു. ഇന്ന് രാവിലെ നിങ്ങളും ഞാനും എഴുന്നേറ്റു എന്നത് സത്യമാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നത് വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് 2025 ജനുവരി 1 പല പദ്ധതികളും നമ്മളെ കൊണ്ട് പ്ലാൻ ചെയ്തത്. ജനുവരി 1 നമ്മൾ ഉണ്ടാകുമോ? ഉണ്ടാകുമെന്നത് വിശ്വാസമാണ്. അവിടെയാണ് വിശ്വാസമില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനും, ഭർത്താവിന് ഭാര്യയിലും, അച്ഛനും മക്കളിലും, മക്കൾക്ക് മാതാപിതാക്കളിലും പരസ്പര വിശ്വാസം. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മകൾ കോളേജിലേക്കാണ് പോകുന്നത് എന്ന് അമ്മയുടെ വിശ്വാസം. കാരണം ഞങ്ങൾ ഇന്നലെ കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ ബീച്ചിന്റെ അവിടെ അഷ്ടമിയില്ലേ, ഒരു 20% കുട്ടികളെ അമ്പലത്തിൽ വരുന്നുള്ളൂ. കാരണം അവർ പറയുന്ന അമ്പലം നൂലാമാലകളാണ്. അമ്പലത്തിൽ പോയാൽ ഒരുപാട് നൂലാമാലകൾ. പള്ളിയിൽ പോയാൽ ഈ പ്രശ്നമില്ല, ചർച്ചിൽ പോയാലും ഈ പ്രശ്നമില്ല. നമ്മുടെ അമ്പലത്തിൽ നൂലാമാലകളാണ്. എന്താണ് ക്ഷേത്രം എന്നവരെ പഠിപ്പിച്ചാൽ അവരൊരിക്കലും പറയില്ല ഇതൊരു നൂലാമാലയാണ് എന്നവർ പറയില്ല. അപ്പൊ ഇവിടെ നമുക്ക് പൂർണ്ണമാക്കാം. 27 നക്ഷത്രങ്ങൾ, നക്ഷത്ര വനം ഇവിടെയുണ്ട്. അത് മനോഹരമായ ഗാർഡൻ കണ്ടു. ഗാർഡൻ മീൻസ് ഈ അമ്പലത്തിൽ പൂജയ്ക്ക് ഏതൊക്കെ പുഷ്പങ്ങൾ വേണമോ അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് നേരത്തെ പരിചയപ്പെട്ട ഈ 3 നമ്മുടെ കാര്യകർത്താക്കൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നു. സമർപ്പണമാണ് ഇതിന്റെ പുറകിൽ. എന്ത് ചെയ്യണമെന്ന് ആരും പറയാതെ തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് സ്വയം മനസ്സിലാക്കുന്നതാണ് ശരിക്കും സമർപ്പണം. പണ്ട് ഒരു രാജാവിന്റെ അനുജൻ പറഞ്ഞു, എന്നെ മന്ത്രിയാക്കണമെന്ന്. ഇയാൾ അടുത്ത നിങ്ങളുടെ ബന്ധുവൊന്നുമല്ലല്ലോ, അതുകൊണ്ട് എന്നെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞു. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് ഒരു കൂട്ടം മാങ്ങയുമായിട്ട് ഒരാൾ ഇങ്ങനെ പോവുകയാണ് ക്രോസ് ആയിട്ട്. രാജാവ് പറഞ്ഞു, ആ മാങ്ങയ്ക്ക് എന്താ വില എന്ന് ചോദിക്കുന്നു. അപ്പൊ അനുജൻ ഓടിച്ചെന്നിട്ട് മാങ്ങയ്ക്ക് എന്താ വില? അപ്പൊ പറഞ്ഞു കിലോന് 50 രൂപ. അപ്പൊ രാജാവിനോട് വന്ന് പറഞ്ഞു കിലോന് 50 രൂപ. അടുത്ത് ചോദിച്ചു, ഇത് എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നു ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ നേരെ ചെന്നു, എവിടത്തേക്ക് കൊണ്ടുപോകുന്നു? ഇന്നേ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഓടി വന്നിട്ട് പറഞ്ഞു. അടുത്ത ചോദ്യം, അത് എത്രയാണ്, എവിടുന്നാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കൂ. അങ്ങനെ 5-6 പോക്ക് ഇയാൾ അവിടെ പോയി തിരിച്ചു വന്നിട്ട് ഓരോന്നിനും മറുപടി കൊടുത്തു. മന്ത്രിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ മാങ്ങയുടെ വില ചോദിക്കുന്നു പറഞ്ഞു. അയാൾ മാങ്ങയുടെ വില ചോദിച്ചു. തിരിച്ചു വന്നു. 2 മിനിറ്റ് അയാളോട് സംസാരിച്ചു. തിരിച്ചു വന്നു. അപ്പോൾ മാങ്ങയുടെ വില എത്രയാണ്? 50. എവിടുന്ന് കൊണ്ടുവരുന്നു? ഇന്നേ സ്ഥലത്ത്. എവിടെ കൊണ്ടുപോകുന്നു? ഏത് ഇനത്തിലാണ്? ഇന്ന ഇനത്തിലാണ്. ഇതുകൊണ്ടാണ് നിന്നെ മന്ത്രിയാക്കാത്തത് എന്ന് പറഞ്ഞു. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദശ. കൽക്കി വന്നിട്ടില്ല. ഇത് കലിയുഗം 5126 എന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗത്തിനു ശേഷം ഹിന്ദുക്കളുടെ കലണ്ടർ എത്രയാണെന്നറിയോ? 5126. 2024 പടക്കം പിടിച്ചവരാണ് നമ്മൾ. സ്വന്തം കലണ്ടർ 5126 യുഗാബ്ദം കൃഷ്ണവർഷം ആണ് നമ്മുടെ കലണ്ടറിന്റെ മാനദണ്ഡം. ശ്രീകൃഷ്ണനു ശേഷം ദ്വാപരയുഗം അവസാനിച്ചു, കലിയുഗം ആരംഭിച്ചു. കലിയുഗം 4,20,000 ചില്ലാൻ വർഷം. എൻ്റെ കയ്യിൽ കൃത്യമായ കണക്ക് മറന്നുപോയി. എന്തായാലും കലിയുഗത്തിന് ഇനിയും ബാക്കി കിടക്കുന്നുണ്ട് 4,15,000 വർഷം. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ആര് വരും? കൽക്കി വരും. കൽക്കിയെ വെയിറ്റ് ചെയ്യണ്ട. കാരണം എന്തുകൊണ്ടാ? ത്രേതായാം മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോ യുഗേ. കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ്, കൂട്ടായ്മയിലൂടെയാണ് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. ദ്വാപരയുഗത്തിൽ ഭഗവാൻ യുദ്ധത്തിലൂടെ സംരക്ഷിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ 5 പേരെ കൊണ്ട് അധർമ്മികളെ മൊത്തം നിഗ്രഹിപ്പിച്ചു, ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു. ഇത് കലിയുഗമാണ്. സംഘടനാ ശക്തി കൊണ്ടാണ് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയാത് ത്രായതേ, ക്ഷയത്തിൽ നിന്ന് എന്നെ ത്രാണനം ചെയ്യിക്കുന്നത്, രക്ഷിക്കുന്നത്, അതാണ് ക്ഷേത്രം. ക്ഷയം എന്നാൽ നാശം. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഞാൻ ഒരു പണിക്ക് പോകുന്നില്ല. അമ്പലത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥന. കടം ദൈവം വിട്ടോ? ഇല്ല, പണിക്ക് പോകണം.
അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയും, ഉദ്ധരേത് ആത്മനാത്മാനം, നിന്നെ ഉയർത്തുന്നത് നീയാണ്, നിന്നെ താഴ്ത്തുന്നത് നീയാണ്, നിന്റെ ബന്ധു നീയാണ്, നിന്റെ ശത്രു അതും നീ തന്നെയാണ്. സ്വയം ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചക്കാരനാരാ? നമ്മൾ തന്നെയാണ്. വളർന്നത് നോക്കണം. ഒരാൾ ഇന്റർവ്യൂവിന് പോയപ്പോൾ അവിടെ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ടാപ്പ് തുറന്നു വെച്ചിരിക്കുന്നു, കസേരകൾ അലസമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ചെന്ന ഉടനെ കസേരകളൊക്കെ റെഡിയാക്കി, ആവശ്യമില്ലാത്ത ഫാനുകൾ ഓഫാക്കി, ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫാക്കി, ടാപ്പ് കൂട്ടി, നേരെ ഇന്റർവ്യൂ ഹാളിലേക്ക് ചെന്നു, റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ 4 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, യു ആർ അപ്പോയിന്റഡ്, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ മാനേജറായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, എടുത്തിരിക്കുന്നു. CCTV-യിലൂടെ ഇവർ ഇത് കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇയാൾക്ക് ഈ കൾച്ചർ കിട്ടിയത്? ഇയാളുടെ വീട്ടിൽ ഇയാൾ അച്ഛൻ എപ്പോഴും പറയുന്നു കറണ്ട് ഓഫ് ആക്കണം, ഞാൻ എന്തിനെ സംരക്ഷിക്കണം എന്ന് ആ കുട്ടിക്ക് ബോധ്യമുണ്ടാവും. നോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും എല്ലാം നിലനിൽപ്പ് പഞ്ചഭൂതങ്ങളിലാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ ശരീരമൊക്കെ. അങ്ങനെയെങ്കിൽ ആകാശം ശബ്ദം, ചെവി; വായു സ്പർശം, ത്വക്ക്; അഗ്നി കാഴ്ച, കണ്ണ്; ജലം രസം, നാവ്; ഭൂമി ഗന്ധം, മൂക്ക്. പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു മനുഷ്യൻ അറിയുന്നു. പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാറുന്നോട്ടിതോടെ ആകാശം ശബ്ദം, ചെവി; വായു സ്പർശം, ത്വക്ക്; അഗ്നി കാഴ്ച, കണ്ണ്; ജലം രസം, നാവ്; ഭൂമി ഗന്ധം, മൂക്ക്. പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്നുവെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചരസങ്ങളും സമന്വയിക്കുന്ന ഒരൊറ്റ കേന്ദ്രം മാത്രമേ ഈ ആകാശത്തിന് കീഴിലുള്ളൂ. അതെവിടെയാ? അതേ സ്ഥലം. നിങ്ങൾ എന്തെങ്കിലും കൊണ്ട് പറയട്ടോ, അതാണ് ക്ഷേത്രം. പഞ്ചഭൂതങ്ങൾ പഞ്ചരസങ്ങളിലൂടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് സംഗമിക്കുന്ന ലോകത്തിലേക്ക് കേന്ദ്രം. ഇവിടെ ശ്രീകോവിൽ കുറച്ചു സമയം പൂട്ടി ദീപാരാധനയ്ക്ക് വേണ്ടി. ആ ദീപാരാധന കഴിഞ്ഞ് ശ്രീകോവിൽ തുറന്നപ്പോൾ നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ ഭഗവാനെ കണ്ടു. കണ്ണിനേറ്റവും നല്ല കാഴ്ച കിട്ടി. റൈറ്റ്? റെഡിയാണോ? ഈ ബൾബിന് അതിനേക്കാൾ എത്രയോ പ്രകാശമുണ്ട്, നോക്കാനേ പറ്റില്ല. നിലവിളക്കിന്റെ പ്രകാശത്തിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ നോക്കി നിൽക്കാം, നിങ്ങളുടെ കണ്ണിന് ഒരസ്വസ്ഥതയുണ്ടാവില്ല. നിലവിളക്ക് കത്തിക്കുന്ന എണ്ണ പോലും നമ്മുടെ പൂർവികന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ എള്ളെണ്ണയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് മണിയുടെ മുഴക്കമില്ലാത്ത അമ്പലില്ല. നേർരേഖയിൽ സഞ്ചരിക്കും, ഉറങ്ങിക്കിടക്കുന്ന സകല നെർവുകളെയും ഉണർത്തുവാൻ കഴിയുന്ന മണിയുടെ മുഴക്കം, മന്ത്രത്തിന്റെ ഉച്ചാരണം, ജലക്ഷേത്രങ്ങളിൽ ഇടയ്ക്കയുടെ നാദമൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയുള്ള ശബ്ദങ്ങൾ നമ്മുടെ ചെവിക്ക് ഏറ്റവും നല്ല കേൾവിയെ കിട്ടി. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ ഹോമങ്ങൾ നടക്കുമ്പോൾ ശുദ്ധമായ കർപ്പൂരം കത്തിക്കുന്നു, എള്ളും നെയ്യും നാളികേരവും വിറക് കൊള്ളി. ഏത് കൊള്ളിയിലാണ് നമ്മൾ ഈ ഗണപതിയൊക്കെ നടത്തുക? വിറക് പ്ലാവിൻ്റെതാണ്. ഏറ്റവും ശുദ്ധമായ അഗ്നി. ഇപ്പൊ ഇവിടെ നിന്ന് ആരെങ്കിലും പെട്രോൾ കത്തിച്ചു, നമ്മൾ ഉടനെ പറയും ആരാണ് പെട്രോൾ ഓർ ഡീസൽ കത്തിച്ചത്. ഔഷധങ്ങളും നെയ്യും എള്ളും ഒക്കെ അങ്ങോട്ട് കത്തിക്കലാണ്. അതിനുശേഷം അവർ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചു അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ. അപ്പൊ അന്തരീക്ഷത്തിൽ വന്ന ശുദ്ധിയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ സയന്റിഫിക്കലി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. മോശപ്പെട്ടതിലേക്ക് നോക്കൂ, ഒരു കുടം നിറയെ മലിനജലം ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നു. അതിലേക്ക് നിങ്ങൾ ശുദ്ധജലം ഇങ്ങനെ ശക്തമായിട്ട് പമ്പ് ചെയ്യുന്നു. പമ്പ് ചെയ്യുമ്പോൾ കുറേ സമയം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മലിനജലത്തിന്റെ സ്ഥാനത്ത് ശുദ്ധജലം വന്നതാണ്. ഇതുപോലെ മാലിന്യങ്ങൾ ധാരാളമുണ്ട്. ആ മാലിന്യങ്ങളിലേക്ക് ഏറ്റവും നല്ലത് തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നതാണ് സർപ്പക്കാവുകൾ, നമ്മുടെ ഹോമങ്ങൾ, നമ്മുടെ പൂജകൾ, ഇതെല്ലാം തന്നെ. അതുകൊണ്ടാണ് ഗർഭിണി 2ാമത്തെ മാസം ഈ ഹോമത്തിന്റെ പുക ശ്വസിക്കണം, പിന്നീട് 6ാമത്തെ മാസവും ഹോമപ്പുക ശ്വസിക്കണം എന്ന് ഗർഭാധാന സംസ്കാരത്തിൽ പറയുന്നത്. അപ്പൊ ഹിന്ദുക്കൾ അറിയേണ്ട 16 കാര്യങ്ങളാണ് ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള ഷോഡശ സംസ്കാരം. ഗർഭാധാനം, ഒരു സ്ത്രീ എപ്പോൾ ഗർഭം ധരിക്കണം. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ച് 90ാമത്തെ വയസ്സിൽ ഒരു മുത്തശ്ശനായിട്ട് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ചിതക്ക് കൊടുത്ത് അഗ്നിക്ക് കൊടുത്ത് വെണ്ണീറാക്കുന്ന ചടങ്ങാണ് നമ്മൾ അന്ത്യേഷ്ടി സംസ്കാരം എന്ന് പറയുന്നത്. ഇതുവരെ 16 കാര്യങ്ങൾ ഹിന്ദുക്കൾക്ക് പഠിക്കാനുണ്ട്. അതൊരു 16 മണിക്കൂർ പറയേണ്ട വിഷയമാണ്. നമുക്ക് പിന്നെ പറയാം. പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ഷേത്രം പോലെ ശാന്തമായിരിക്കണം എന്ന് ആധുനിക ഗൈനക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ അത്തരം മനഃശാസ്ത്ര വിദഗ്ധരോ പറയുന്നു. അതുകൊണ്ട് ഭാരതം പറഞ്ഞു, തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെടുക്കേണ്ട ഒരു പ്രതിജ്ഞയുണ്ട്. ഈ വലത് ചെവി കൊണ്ടുപോയിട്ട് ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എടുക്കേണ്ട പ്രതിജ്ഞയുടെ അർത്ഥം ഇതാണ്: നീയും ഞാനും ഗർഭം ധരിച്ചിരിക്കുന്നു, നീ അത് വഹിച്ചിരിക്കുന്നു. നോക്കൂ, എന്തൊരു ഉദാത്തമായ കാഴ്ചപ്പാട്. പ്രകൃതിയുടെ നിയമപ്രകാരം പുരുഷന് ഗർഭം വഹിക്കാൻ സാധ്യമല്ല.
എന്നാൽ ഞാനും ഗർഭവാനാണെന്ന ഭാവേന ഞാൻ നിന്നെ പരിചരിച്ചു കൊള്ളാം. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പരിചരണം ഗർഭാവസ്ഥയിൽ 10 മാസം ലഭിക്കേണ്ടത് ഭർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രസവിച്ച കുഞ്ഞിനെ ആരാണ് ആദ്യം കൈകൊണ്ട് വാങ്ങേണ്ടത്? നേഴ്സ് എടുക്കും, രക്ഷയില്ല. ആ നേഴ്സ് എടുത്തതിന് ശേഷം ഇത് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? അമ്മയുടെ, ഭർത്താവിന്റെ അമ്മയുടെ ഒന്നും കയ്യിലല്ല കൊടുക്കേണ്ടത്. ഇതിന്റെ ഉത്തരവാദി ഇവരാരുമല്ലോ, ഈ ഉത്തരവാദിയുടെ കയ്യിൽ കൊടുക്കണം. അച്ഛനാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ എന്താ ചെവിയിൽ ആദ്യം പറയേണ്ടത്? 3 പ്രാവശ്യം ഓങ്കാരം, അതിനുശേഷം ത്വം വേദോസി, നീ ജ്ഞാനമാകുന്നു. ഇത് പൂച്ചക്കുട്ടിയല്ല, പട്ടിക്കുട്ടിയല്ല, ഒന്നുമല്ല, മനുഷ്യക്കുട്ടിയാണ്. മനനം ചെയ്യുവാൻ കഴിവുള്ളവനാരോ അവൻ മനുഷ്യൻ. ആ മനുഷ്യന്റെ ചെവിയിൽ ആദ്യം അച്ഛൻ പറയേണ്ട വാക്ക് നീ അറിവാകുന്നു, ജ്ഞാനമാകുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇദ്ദേഹം മരിക്കുന്നത് വരെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു സിസ്റ്റം ഉണ്ട്. എത്ര സയന്റിഫിക് ആണ് പറയുന്നത്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ബ്രഹ്മചര്യം, ബാച്ചലർ ഓഫ് ആർട്സ്, BA, BSc, ബാച്ചലർ ഓഫ് സയൻസ്, ബാച്ചലർ, അവിവാഹിതൻ. കാര്യങ്ങൾ ആഹാരത്തിൽ നിർബന്ധം: വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് ഫൈബർ. ഈ കാര്യങ്ങളൊന്നും പാഠപുസ്തകം പഠിപ്പിക്കുന്നേ ഇല്ല. ഔറംഗസീബിന്റെ ഭരണപരിഷ്കാരം പഠിച്ച ഞങ്ങളൊക്കെ എന്തോ ഒരു കാര്യം. ഈ നാടിനെ ആക്രമിച്ച് നമ്മുടെ പൂർവികന്മാരെ മൊത്തം കൊന്നുകളഞ്ഞ ആൾക്കാരുടെ ഭരണപരിഷ്കാരമൊക്കെ പഠിച്ചു. സായിപ്പ് കുറെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി. അവനാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഉണ്ടാക്കിയത്. എന്തിന്? ഞങ്ങളുടെ വയനാട്ടിൽ നിന്നൊക്കെ കുരുമുളക് വിശാഖപട്ടണം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവൻ റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് മഹത്തായ സംഭാവനയായിട്ട് നമ്മളുടെ തലമുറയിൽ കുത്തിക്കയറ്റിയത്. മാക്സ് മുള്ളർ വിഭാവനം ചെയ്ത ഈ പാഠ്യപദ്ധതി 1969 ജയൻ ഉണ്ടാക്കി. ഡൽഹിയിൽ ആരാവലി പർവ്വതത്തിന്റെ ചുവട്ടിൽ 1000 ഏക്കർ ഭൂമിയിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്താണ് JNU. ഈ JNUവിൽ നിന്നാണ് നമ്മുടെ ചരിത്ര പാഠപുസ്തകം തയ്യാറാക്കിയത്. ഇത് മാറിയത് പിന്നീട് അടൽജിയുടെ കാലഘട്ടം വന്നപ്പോഴാണ് ഈ ചരിത്ര പാഠപുസ്തകം മാറിയത്. ഇനി കംപ്ലീറ്റ് മാറുകയാണ് 2030-നുള്ളിൽ. നമ്മൾ ഈ പഠിച്ച ഒന്നുമല്ല പഠിക്കേണ്ടത്. ഇതൊന്നുമല്ല. മഹാത്മാഗാന്ധി പറഞ്ഞു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. 5ാമത്തെ ക്ലാസ് മുതൽ ഒരു കുട്ടി ഒരു തൊഴിൽ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഭാരതത്തിന് നല്ല ജോലി സാധ്യത. പാചകം ഒരു കലയാണ്. മറ്റൊരു കലയുടെ പേര് പറയട്ടെ, ചമയം. നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ഇങ്ങനെ വാദ്യം, ഘോഷം, നൃത്തം, ചമയം, കല, അങ്ങനെ 64 കലകളിൽ ഏതെങ്കിലും ഒന്നിനോട് താല്പര്യമില്ലാത്ത കുട്ടി ഉണ്ടാവില്ല. നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടിയെ നിങ്ങൾ എഞ്ചിനീയർ ആക്കാൻ നോക്കരുത്. അവൻ ചിത്രം വരക്കട്ടെ. ചിത്രം വരക്കുവാൻ നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു വാദ്യത്തെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവില്ല. നന്നായിട്ട് സാമ്പാറും പാചകവും ചെയ്യാൻ അറിയാവുന്ന ആൾക്ക് ജീവിക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നുള്ളത്? 64 കലകളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് ആ കുട്ടിയെ 5ാമത്തെ വയസ്സ് മുതൽ അതിലൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയെങ്കിൽ അവൻ 17 വയസ്സ് വരെ പഠിച്ചാലാണ് MA കഴിയുക. 17ാമത്തെ ക്ലാസ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരാളോട് ചോദിച്ചു, എന്താ പണി? ഒരു പണിയുമില്ല. ഇനി എന്തെങ്കിലും പണി അറിയോ? ഒരു പണിയും അറിയില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകണം. BA ഹിസ്റ്ററി, MA ഹിസ്റ്ററി. MA ഹിസ്റ്ററി, BA ഹിസ്റ്ററി വെച്ചാൽ എന്ത് പണി പിടിക്കും? ഈ പണി മുഴുവൻ ഇവന് 21ാമത്തെ വയസ്സിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ 23 വയസ്സാവും. 23ാമത്തെ വയസ്സിലും ഈ പാവ അച്ഛൻ തന്നെ റോഡ് പണിയെടുത്തിട്ട് ഇവനെ പോറ്റണം. MA ഏതാണ് ഡിഗ്രി? MA പുഴി തിന്നാൻ പറ്റുമോ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലേ? ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെക്കണം എന്നൊക്കെ പറയുന്നവന്മാരെ 10 പേരെ സെലക്ട് ചെയ്യുക, അഫ്ഗാനിസ്ഥാനിൽ 10 ദിവസം കൊണ്ടുപോയിടുക, ഇങ്ങോട്ട് ഇടുക. നല്ല കുട്ടികളായിരിക്കും, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഹിന്ദു കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈശ്വര വിശ്വാസിയായ വാൽമീകി മഹർഷി എന്ന് വിളിച്ചു. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകനെ മഹർഷി എന്ന് വിളിച്ചു. കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനെ മഹർഷി എന്ന് വിളിച്ചു. നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാ. ചാർവാകന്റെ പോളിസി എന്താ? കയ്യിൽ പണമുണ്ടെങ്കിൽ നെയ്യ് കൂട്ടി ഭക്ഷണം കഴിച്ചോളൂ. പുനരാഗമനം ഹുദ, വീണ്ടും ഒരു മടങ്ങി വരവ് പ്രതീക്ഷിക്കണം. നമ്മൾ ഈ പൂർവ്വജന്മം പുനർജന്മം ഒക്കെ പറയുമ്പോൾ ഇയാൾ പറയുന്ന അട്ടർ വേസ്റ്റ്. ഇതൊക്കെ തെറ്റായ ഫിലോസഫികളാണ്. അതുകൊണ്ട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അന്നന്നത്തെ ജീവിതം സുഖകരമായിട്ട് ജീവിച്ചോളൂ. ദൈവവും ഇല്ല, സ്വർഗവും ഇല്ല, നരകവും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ ചാർവാകനെ ചാർവാക മഹർഷി എന്ന് വിളിച്ചവരാ. കാരണം ദൈവമുണ്ട് എന്ന് പറയുന്ന അതേ ശബ്ദത്തിൽ ദൈവമില്ല എന്ന് പറയുവാൻ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതാണ് ക്രിയാത്മക വിമർശനങ്ങൾ. നിങ്ങൾ എന്നെ വിമർശിക്കുന്നു